ഗുഡ് മോർണിംഗ്. വന്ദനെ, വർഷയും വിക്രവും ഇവിടെ ഉണ്ട്. ഇന്നലെ രാത്രി വന്നു. രാത്രി ആയതുകൊണ്ട് വന്ദനയെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ലെന്നേ ഉള്ളൂ. യാത്ര ചെയ്യാൻ പാടില്ലാത്തപ്പോ അവരീ രാത്രിയിൽ എന്തിനാ വന്നത്? അച്ഛനെയും അമ്മയും കാണണമെന്ന് വർഷ വല്ലാതെ വാശി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇത്രേ. ഭ്രാന്തിയെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്നാ വിക്രം പറഞ്ഞത്. ഒടുവില് വിക്രമൻ അവളുടെ പിടിവാശിക്ക് വഴങ്ങേണ്ടി വന്നു. അതുകൊണ്ടാ രാത്രി തന്നെ എത്തിയത്. പാവം വർഷ, വയറ്റിൽ കിടന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേവലാതി അവൾക്ക് നന്നായിട്ടുണ്ട്. അച്ഛനും അമ്മയും മാത്രമല്ല, ഞാനും ചേച്ചിയൊക്കെ അടുത്തുണ്ടാവണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഉറുപ്പ് സാറിന്റെ വീട്ടിലേക്ക് വരാൻ അവൾക്ക് എന്തോ മടിയുണ്ട്. വേണ്ട, ജഗനിയും മോളെയും കൂട്ടി ഞാൻ ഉടനെ അങ്ങോട്ട് വന്നോളാം. വേണുളെ കാണുമ്പോ വർഷയ്ക്കൊരാശ്വാസാവും. അത് ശരിയാ. രാവിലത്തെ ഒരു ജോലിയും നടന്നില്ല. വിക്രമൊക്കെ ഉള്ളതല്ലേ. ഞാൻ പോയി കാപ്പി ഉണ്ടാക്കട്ടെ. രാവിലെ തന്നെ വരാൻ നോക്കണേ. വെക്കട്ടെ. ശരി. പെൺകുഞ്ഞാണെങ്കിൽ അവൾക്കിടാൻ നല്ലൊരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ മനസ്സിലും ഉണ്ടൊരു നല്ല പേര്. എന്താ മാധവേട്ടന്റെ മനസ്സിലെ പേര്? ആദ്യം നീ നിന്റെ മനസ്സിലെ പേര് പറ. ഇവിടുത്തെ അമ്മയുടെ പേര്. ആ, അതുകൊള്ള മോളെ, നമ്മൾ സ്വപ്നം കണ്ട നിന്റെ കുഞ്ഞ് നിനക്ക് നഷ്ടമായി. അച്ഛാ, 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 സുഖമാണോന്ന് ചോദിക്കരുത് മോളെ. സുഖമാണെന്നൊരു ഉത്തരം തരാൻ അച്ഛന് പറ്റില്ല. എന്താ അച്ഛാ ഇത്? അമ്മ വന്നു. എത്ര സങ്കടം ഉണ്ടായാലും മാധവ എന്ന് വിളിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന എന്റെ അമ്മ എന്നെ തിരിച്ചറിയാൻ പോലും ആകാത്ത അവസ്ഥയില് ഒരു ജീവശവം പോലെ. തൊട്ട് പിന്നാലെ വർഷമോളും വന്നു. മാധവന്റെ മക്കളിൽ സന്തോഷപുത്രിയായിരുന്നു അവള്. ഇപ്പോ തീർത്ത ഒരു ദുഃഖപുത്രിയെ പോലെ മനസ്സ് മരവിച്ച് അകത്തിരിപ്പുണ്ട്. വർഷ ഒന്ന് ചിരിച്ചു കാണുമെങ്കിൽ അവളുടെ വന്ദനിച്ച് വരണം. കണ്ടില്ലേ അവളുടെ മുഖം തെളിഞ്ഞത്?
ഞാൻ വിളിച്ചിട്ട് മുത്തശ്ശി നല്ല ഉറക്കം. എണീറ്റ് എനിക്ക് കഥ പറഞ്ഞുതരാൻ പറ വന്ദനമ്മേ മുത്തശ്ശിയോട്. മുത്തശ്ശിന് സംസാരിക്കില്ലേ അങ്കിള്?